എല്ലാവർക്കും എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്. ന്യൂട്ടന്റെ 1ാം ചലന നിയമം പഠിക്കാനുണ്ട്, 2ാം ചലന നിയമം, 3ാം ചലന നിയമം, അതുപോലെ തന്നെ മൊമെന്റം, പിന്നെ റിസൾട്ടന്റ് ഫോഴ്സ്, പരിണിത ബലം പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ജഡത്വം, ഇനേഷ്യ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്ട് ഫ്രം ദ ഈസ്റ്റ് ടുവാർഡ്സ് ദ വെസ്റ്റ് ഡയറക്ഷൻ. At the same time, a force of 25 Newton is acting on the object in the opposite direction. അതായത് ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടേക്കുള്ള ദിശയിൽ ഒരു 20 ന്യൂട്ടൺ ബലം കൊടുക്കുന്നുണ്ട്. അതേസമയം എന്ത് നേരെ എതിർ ദിശയിൽ, അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് എത്ര കൊടുക്കുന്നുണ്ട്? 25 ന്യൂട്ടൺ ബലവും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ കാണേണ്ടത്? ആ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ്, അതായത് പരിണിത ബലം അല്ലെങ്കിൽ സഫല ബലം, റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാന്നുള്ളത് നമ്മൾ കാണണം. ഓക്കെ, നോക്കാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, നോക്കുക. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടേക്ക് എത്ര കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്? 25 ന്യൂട്ടൺ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇതാണ് നമുക്ക് F1 ആയിട്ട് എടുക്കാം. F1 വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടേക്ക് കൊടുക്കുന്നത്, അതാണ് 25 ന്യൂട്ടൺ. നെക്സ്റ്റ്, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലോട്ടേക്ക് എത്ര കൊടുക്കുന്നുണ്ട്? 20 ന്യൂട്ടൺ കൊടുക്കുന്നുണ്ട്. നോക്കുക, വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടേക്ക് കൊടുക്കുന്നത് നമ്മൾ 25 ന്യൂട്ടൺ ആയിട്ട് എടുത്തു. അപ്പം ഇത് F2, ഇത് F1. അപ്പൊ നോക്കുക, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് കൊടുക്കുന്നത്, അതായത് നേരത്തെ കൊടുത്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഒന്ന് പോസിറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്യണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. കാരണം എന്താണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ F1 ഇവിടെ +25 ആയിട്ടും F2 -20 ആയിട്ട് എടുത്തു. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇനി കാണേണ്ടത് ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ഫോഴ്സ്, പരിണിത ബലമാണ് കാണേണ്ടത്. പരിണിത ബലം കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം. F is equal to F1 plus F2. F is equal to F1 plus F2. അവിടെ ഉണ്ടായ ടോട്ടൽ ഏതൊക്കെ ബലങ്ങളാണ് ഉണ്ടായത് അതൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ മതി. അതിന്റെ സം ആണ് എന്ത്? പരിണിത ബലം എന്ന് പറയുന്നത്, അതിന്റെ ആകെ തുക. അപ്പൊ നോക്കുക, F1 എത്രയാണ്? 25 ആണ്. അപ്പൊ 25 പ്ലസ് F2 എത്രയാണ്? 20 എന്ന് പറഞ്ഞാൽ പോരാ, -20 അല്ലെ. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ്, നമ്മുടെ ദിശയോട് കൂടി പറയണം. അപ്പൊ F എന്ന് പറയുന്നത് -20. ഓക്കെ, 25 പ്ലസ് -20. പ്ലസും മൈനസും വന്നാൽ ഏതാ എടുക്കണ്ടേ? മൈനസ് ആ എടുക്കേണ്ടത് അല്ലെ. അപ്പൊ 25 -20 എത്രയാണ്? 25 -20 is equal to 5 ന്യൂട്ടൺ. 5 ന്യൂട്ടൺ ആണ് നമ്മുടെ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണിത ബലം എന്ന് പറയുന്നത്. പരിണിത ബലം 5 ന്യൂട്ടൺ. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? ദിശ കൂടി സൂചിപ്പിച്ച് എഴുതണം. അതായത് ഈ 5 ന്യൂട്ടൺ, ഈ 5 ന്യൂട്ടൺ എന്ന് പറയുന്നത് അതിന്റെ ദിശ എങ്ങോട്ടേക്കായിരിക്കും കൂടി എഴുതണം. നോക്ക്, നമ്മൾ പോസിറ്റീവ് ഏതാ എടുത്തേ? വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടേക്ക് അല്ലെ. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് നമ്മൾ കൊടുക്കുന്ന ബലം പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്. അപ്പൊ ഇവിടെ 5 എന്ന് പറയുന്നതും പോസിറ്റീവ് തന്നെയല്ലേ. അപ്പൊ ഈ 5 ന്യൂട്ടൺ എങ്ങോട്ടേക്കായിരിക്കും? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക്, വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടേക്കായിരിക്കും ഈ ഒരു 5 ന്യൂട്ടൺ. അതിന്റെ ദിശ അതായിരിക്കും, വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക്. ഓക്കെ അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ നോക്കുക. To make the net force 0, by how much should the force applied towards the east be changed? Explain. പരിണിത ബലം 0 ആക്കണമെങ്കിൽ കിഴക്കോട്ടേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൽ എത്രമാത്രം മാറ്റം വരുത്തണം എന്ന് ചോദിക്കും എന്നാണ് ചോദ്യം. അത് വിശദമാക്കുക. നോക്കടാ, പരിണിത ബലം എപ്പോഴാ 0 ആവുക? പരിണിത ബലം 0 ആകുന്നത് അവിടെ പ്രയോഗിക്കുന്ന എല്ലാം സം എന്തായിരിക്കണം? പ്രയോഗിക്കുന്ന ബലങ്ങളുടെ എല്ലാം സം 0 ആവണം അല്ലെ. ഇവിടെ ഒന്ന് 25 ന്യൂട്ടൺ, മറ്റത് 20 ന്യൂട്ടൺ. അപ്പൊ 0 ആവുക? ഇല്ല. പക്ഷെ രണ്ടും ഒരേപോലെ ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? 0 ആവുള്ളൂ അല്ലെ. രണ്ടും ഒരേപോലെയാണ്, രണ്ട് ബലങ്ങളും തുല്യമാണ്. F1 is equal to F2 ആവണം, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആവണം. അപ്പോഴേ എന്താവുള്ളൂ? പരിണിത ബലം 0 ആവുള്ളൂ. ഇവിടെ F1 is equal to F2 ആണോ? അല്ല. F1 എന്ന് പറയുന്നത് 25ഉം F2 എന്ന് പറയുന്നത് -20 ആണ്. അപ്പൊ ചോദ്യം, ഇവിടെ പരിണിത ബലം, റിസൾട്ടന്റ് ഫോഴ്സ് 0 ആക്കണം. 0 നമുക്ക് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കിഴക്കോട്ടേക്ക് കൊടുക്കുന്ന ബലത്തില് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് ചോദിക്കുക.
ചോദിക്കുന്നത്. ഇപ്പൊ നോക്കുക, കിഴക്കോട്ടേക്ക് കൊടുക്കുന്നത് എത്ര ബലമാണ്? 25 ന്യൂട്ടൺ ബലമാണ് കൊടുക്കേണ്ടത്. നോക്കുക, ഇതിൽ നിന്ന് നമ്മളൊരു 5 ന്യൂട്ടൺ കുറച്ചു എന്ന് വിചാരിക്കാം. 25 5 ന്യൂട്ടൺ കുറച്ചാൽ എത്ര കിട്ടും? 25 നിന്ന് 5 ന്യൂട്ടൺ കുറച്ചാൽ ഇങ്ങോട്ടേക്ക് എത്ര കിട്ടും? 20 ന്യൂട്ടൺ ആയിരിക്കും അല്ലെ? 25 5 കുറച്ചപ്പോ 20 ന്യൂട്ടൺ കൊടുത്തു. ഇപ്പൊ നോക്കുക, 20 ന്യൂട്ടൺ ആയ സമയത്ത് നോക്കുക, കിഴക്കോട്ടേക്ക് കൊടുക്കുന്ന ബലവും 20 ആണ്. ഇനി അവിടെ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് കൊടുക്കുന്ന ബലം നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -20 ആണ്. ഇവിടെ എത്രയായിരിക്കും ടോട്ടൽ പരിണിത ബലം? ചെയ്ത് നോക്കിയേ. 20 പ്ലസ് -20, 20 പ്ലസ് -20, പ്ലസും മൈനസും വരുന്ന സമയത്ത് മൈനസ് ആയിരിക്കും. അപ്പൊ എത്ര വരും? 20 - 20 എത്രയാണ്? 0 അല്ലേ? പരിണിത ബലം എന്തായി? 0 അപ്പൊ പരിണിത ബലം 0 ആക്കണമെങ്കിൽ കിഴക്കോട്ടേക്ക് കൊടുക്കുന്ന ബലത്തില് 5 ന്യൂട്ടൺ കുറയ്ക്കണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ കാർ ആൻഡ് എ ബസ് ആർ ട്രാവലിംഗ് അറ്റ് ദ സെയിം വെലോസിറ്റി വിച്ച് ഹാസ് ഗ്രേറ്റർ മൊമെന്റം y. ഒരേ പ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാറിനോ ബസ്സിനോ ഏതിനായിരിക്കും ആക്കം അല്ലെങ്കിൽ മൊമെന്റം കൂടുതൽ എന്നാണ് ചോദ്യം. P is equal to mv. നമുക്കറിയാം മൊമെന്റത്തിന്റെ ഇക്വേഷൻ P is equal to mv. ഇനി മൊമെന്റവും മാസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? മാസ് കൂടുമ്പോൾ എന്താകും മൊമെന്റം? മാസ് കൂടുമ്പോ മൊമെന്റവും കൂടും. മാസ് കുറയുമ്പോ മൊമെന്റം കുറയും. അതിൽ സംശയമൊന്നുമില്ലല്ലോ. മാസും മൊമെന്റം എന്ന് പറയുന്നത് എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ? ഒന്ന് കൂടുന്ന സമയത്ത് നേരെ അനുപാതം. ഒന്ന് കൂടുന്ന സമയത്ത് മറ്റേതും കൂടും. മാസ് കൂടുമ്പോ മൊമെന്റവും കൂടും. ഇവിടെ നോക്കുക, ഒരു കാർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബസ് ഉണ്ട്. വെലോസിറ്റി പ്രവേഗം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊമെന്റം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിനായിരിക്കും കൂടുതൽ മൊമെന്റം എന്ന്. അപ്പൊ ഇതിന്റെ മാസിലുള്ള വ്യത്യാസം നോക്കിയാൽ പോരെ? വെലോസിറ്റി അഥവാ പ്രവേഗം തുല്യമാണ്, മാസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കുക. നിങ്ങൾ പറ, ബസ്സിനായിരിക്കോ കാറിനായിരിക്കോ മാസ് കൂടുതല്? ഏതിനായിരിക്കും മാസ് കൂടുതല്? ഉറപ്പായിട്ടും ബസ്സിനായിരിക്കും അല്ലെ? ബസ്സിനായിരിക്കും മാസ് കൂടുതൽ. അപ്പൊ ബസ്സിനാണ് മാസ് കൂടുതലെങ്കിൽ പ്രവേഗമല്ല മൊമെന്റവും ഏത് തന്നെയായിരിക്കും കൂടുതൽ? മൊമെന്റവും കൂടുതൽ ബസ്സിന് തന്നെയായിരിക്കും. കാരണം മാസ് കൂടുന്നതിനനുസരിച്ച് മൊമെന്റം കൂടും. ഇവിടെ നോക്കുക, കാറിനെ അപേക്ഷിച്ച് ബസ്സിനായിരിക്കും മാസ് കൂടുതൽ. അതുകൊണ്ട് ബസ്സിനായിരിക്കും കൂടുതൽ മൊമെന്റം ഉണ്ടാവുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 50 kg start from rest. If its velocity changes to 50 meter per second after 10 seconds, calculate the change in momentum. What will be the rate of change of momentum? ഒരു ബോഡി, ഓക്കെ, അതിന്റെ മാസ് പറഞ്ഞിട്ടുണ്ട് 50 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഓരോ കാര്യങ്ങൾ ഏതൊക്കെയാണോ തന്നിട്ടുള്ളത് അത് അതിനനുസരിച്ച് എഴുതി വെക്കാം. മാസ് തന്നിട്ടുണ്ട് അല്ലെ? m is equal to 50 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. m is equal to 50 കിലോഗ്രാം. ഓക്കെ, ഇത് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അതായത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നിശ്ചലാവസ്ഥയിലാണ്. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെല്ലാം പഠിച്ചു. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ പ്രവേഗം എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം u എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. നിശ്ചലാവസ്ഥയിലുള്ള റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എപ്പോഴും 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഇനി നോക്കാം, ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ടു 50 മീറ്റർ പെർ സെക്കൻഡ്. 0 ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയിലേക്കായി മാറി? 15 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറി. അപ്പൊ അതാണ് അതിന്റെ എന്ത്? ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം. അപ്പൊ ഇവിടെ v is equal to എത്രയായിരിക്കും? 15 മീറ്റർ പെർ സെക്കൻഡ്. 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അതിന്റെ അന്ത്യപ്രവേഗം. അപ്പൊ നമുക്ക് മാസ് കിട്ടി, ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം കിട്ടി, ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗവും കിട്ടി. ആഫ്റ്റർ 10 സെക്കൻഡ്, അപ്പൊ ടൈം കൂടെ തന്നിട്ടുണ്ടല്ലേ? എത്രയാ ടൈം? t is equal to 10 സെക്കൻഡ്. t is equal to 10 സെക്കൻഡ് എന്നും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? മാസ് തന്നിട്ടുണ്ട്, u തന്നിട്ടുണ്ട്, v തന്നിട്ടുണ്ട്, ടൈം t യും തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ മൊമെന്റം. മൊമെന്റ് വ്യത്യാസം കണ്ടുപിടിക്കുക. മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. P is equal to m into v അല്ലെ? m എന്ന് പറഞ്ഞാൽ മാസ്, v എന്ന് പറഞ്ഞാൽ പ്രവേഗം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം മൊമെന്റ് വ്യത്യാസം കാണേണ്ടത് ഇക്വേഷൻ അറിഞ്ഞൂടെ? ചേഞ്ച് ഇൻ മൊമെന്റം കാണേണ്ടത് അറിയാം. എങ്ങനെയാണ്? അവസാനത്തെ അതായത് അന്ത്യ മൊമെന്റം കുറയ്ക്കണം ആദ്യ മൊമെന്റം. ഫൈനൽ മൊമെന്റം എത്രയാണോ അതിൽ നിന്നും ഇനീഷ്യൽ മൊമെന്റം കുറച്ചാൽ എന്ത് കിട്ടും? മൊമെന്റ് വ്യത്യാസം കിട്ടും. ഓക്കെ, അപ്പൊ മൊമെന്റ് വ്യത്യാസം നമുക്ക് കാണാം. ഫൈനൽ മൊമെന്റം എത്രയായിരിക്കും? ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അതിൽ സംശയമില്ലല്ലോ? ഇല്ല. മൈനസ്
ഇനി നമുക്ക് എന്ത് കാണണം? ഇനീഷ്യൽ മൊമെന്റം അല്ലെ. ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി u. ഓക്കെ, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ആണ് ഫൈനൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ. മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കുക, ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം, ഇതല്ലേ നമ്മുടെ മൊമെന്റ് വ്യത്യാസം എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m എത്രയാണ്? m is equal to 50 ഇൻറ്റു u എത്രയാണ്? 0. ഇവിടെ v അല്ലേ, m ഇൻറ്റു v. v എത്രയാണ്? v is equal to 15 മൈനസ് വീണ്ടും m എത്രയാണ്? 50 ഇൻറ്റു u എത്രയാണ്? 0. ഓക്കെ, ഇനി ചെയ്യാം. 15 ഇൻറ്റു 50 എത്രയാണ്? 15 ഇൻറ്റു 50 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും is equal to 750. ഓക്കെ, 15 ഇൻറ്റു 50 എത്രയാണ്? 750 മൈനസ് 50 ഇൻറ്റു 0, 50 ഇൻറ്റു 0 എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 750 കുറയ്ക്കണം 0 എത്ര കിട്ടും? 750. എന്താണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്? എന്താണ്? 750 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 750 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ മൊമെന്റ് വ്യത്യാസം. ഇതിൽ സംശയമില്ലല്ലോ. ഇനി നോക്കുക, ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം? മൊമെന്റ് വ്യത്യാസ നിരക്ക് കണ്ടുപിടിക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കുക. റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന മൊമെന്റ് വ്യത്യാസം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ മൊമെന്റ് വ്യത്യാസത്തിനെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. എങ്ങനെയാ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കുക? mv മൈനസ് mu ഡിവൈഡഡ് ബൈ t. mv മൈനസ് mu ഡിവൈഡഡ് ബൈ ടി. mv മൈനസ് mu നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയാണ് കിട്ടിയത്? 750 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ടി ചെയ്താൽ മതി. ടി എത്രയാന്ന് തന്നിട്ടുണ്ട്? ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്. അപ്പം 750 ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ് എത്രയായിരിക്കും? 75. മൊമെന്റ് വ്യത്യാസ നിരക്കിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടാ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ് ഒരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല. മൊമെന്റ് വ്യത്യാസം, മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ബട്ട് മൊമെന്റ് വ്യത്യാസ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം എത്രയാണ്? അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മൊമെന്റ് വ്യത്യാസ നിരക്ക് കിട്ടിയ എത്രയാണ്? 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A person pushes a car by sitting inside a car. The car does not move. Why? കാറിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഈ കാർ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക, പക്ഷെ കാർ ചലിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാ ചോദ്യം. എടാ, കാറിന്റെ അകത്ത്, കാറല്ല എന്തും ആയിക്കോട്ടെ, ഒരു വസ്തു, ഒരിപ്പം ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിന്റെ അകത്തിരുന്നിട്ടാണ് നമ്മൾ അതിന് തള്ളുന്നില്ല. ചലിക്കുവോ? ഒരിക്കലും ചലിക്കൂല. എന്തുകൊണ്ട്? നമ്മൾ പഠിച്ചു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ആന്തരിക ബലം അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയാ അല്ലെ. ആന്തരിക ബലം അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സ്. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ്. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അകത്തുനിന്ന് കൊടുക്കുന്നതാണ് ആന്തരിക ബലം അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഇന്റേണൽ ഫോഴ്സ് എപ്പോഴും സന്തുലിത ബലമായിരിക്കും. സന്തുലിത ബലം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ്. ഇന്റേണൽ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും, സന്തുലിത ബലമായിരിക്കും. നമുക്കറിയാം, ഒരു സന്തുലിത ബലത്തിന് ഒരു ചലിക്കുന്ന വസ്തുവിന്റെ ദിശ മാറ്റാൻ പറ്റൂല, സ്പീഡ് മാറ്റാൻ വേണ്ടി പറ്റൂല, അതുപോലെ തന്നെ ചലനാവസ്ഥയ്ക്ക് ഒന്നും മാറ്റം വരുത്താൻ വേണ്ടി പറ്റൂല. ഇതെല്ലാം മാറ്റം വരുത്താൻ വേണ്ടി പറ്റുന്ന ബലം ഏതാണ്? അസന്തുലിത ബലമാണ് അല്ലെ. അസന്തുലിത ബാഹ്യബലത്തിനാണ് ഇതൊക്കെ മാറ്റം വരുത്താൻ പറ്റുക. പക്ഷെ സന്തുലിത ബലത്തിന് ഇത് മാറ്റം വരുത്താൻ വേണ്ടി പറ്റൂല. ഒരു ആന്തരിക ബലം എന്ന് പറയുന്നത്, ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെച്ചോ, ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ആന്തരിക ബലം എന്ന് പറയുന്നത് എന്താണ്? സന്തുലിത ബലമാണ്. സന്തുലിത ബലത്തിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റൂല. അതേപോലെ ചലിക്കുന്ന ഒരു വസ്തുവിന്റെ വേഗതയോ ദിശയോ ഒന്നും മാറ്റം വരുത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഈ ഇന്റേണൽ ഫോഴ്സ് എത്ര കൊടുത്താലും എന്ത് ചെയ്യൂല? കാറ് മുന്നോട്ടേക്ക് മൂവ് ചെയ്യൂല. അതേസമയം കാറ് പുറത്തുനിന്ന് ഒരാൾ തള്ളിയാൽ നമുക്ക് തള്ളാൻ വേണ്ടി പറ്റൂലേ? മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ? അവിടെ നമ്മൾ കൊടുക്കുന്നത് അസന്തുലിത ബാഹ്യബലമാണ്. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ് എപ്പോഴും സന്തുലിതമായിരിക്കും, ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മൊമെന്റം ഓഫ് എ ബോഡി ഓഫ് മാസ് 200 kg
മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 16 മീറ്റർ പെർ സെക്കൻഡ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. മാസ് തന്നിട്ടുണ്ട്, എന്താ, m ഈസ് ഈക്വൽ ടു 200 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു 16 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്, അതിലും സംശയമൊന്നുമില്ല. എന്താ കാണേണ്ടത്? മൊമെന്റം കാണുക. മൊമെന്റം കാണാൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? p ഈസ് ഈക്വൽ ടു m ഇൻറ്റു v. ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. p ഈസ് ഈക്വൽ ടു m ഇൻറ്റു v. p ഈസ് ഈക്വൽ ടു mv. ചെയ്തൂടെ? p ഈസ് ഈക്വൽ ടു m ഇൻറ്റു v. അപ്പം p എന്ത് വരും? p ഈസ് ഈക്വൽ ടു m എത്രയാണ്? m എന്ന് പറഞ്ഞാൽ 200 ആണ്. v എന്ന് പറഞ്ഞാൽ 16 ആണ്. 200 ഇൻറ്റു 16 എത്ര വരും? 3200. ഓക്കെ, 3200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റും കൂടി എഴുതുക കേട്ടോ. 3200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ മൊമെന്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് m തന്നിട്ടുണ്ട്, v തന്നിട്ടുണ്ട്, ഒരു പണിയുമില്ല. എന്ത് ചെയ്യാം? p ഇസ് ഈക്വൽ ടു mv എന്ന് പറയുന്ന ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. When a force is applied to an object of mass 8 kg for 4 seconds, its velocity changes from 2 meter per second to 6 meter per second. Then calculate the force. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. When a force is applied to an object of mass 8 kg, 8 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിലാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത് അല്ലെ? അപ്പൊ മാസ് എന്താണ്? m ഈസ് ഈക്വൽ ടു 8 kg, 8 കിലോഗ്രാം. അതിൽ സംശയമില്ലല്ലോ. ഇനി നോക്കാം, ഫോർ 4 സെക്കൻഡ്. എത്ര സമയം നേരത്തേക്കാണ്? 4 സെക്കൻഡ് നേരത്തേക്ക്. അപ്പൊ t ഈസ് ഈക്വൽ ടു എന്താണ്? t ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. അതിലും സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പം അതിന്റെ പ്രവേഗം എന്തായി മാറി? 2 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 4 മീറ്റർ പെർ സെക്കൻഡ്. അല്ലല്ല 2 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പൊ ആദ്യം അതിന്റെ പ്രവേഗം എത്രയായിരുന്നു? അതായത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. പിന്നെ അത് എത്രയായി മാറി? 6 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറി. അപ്പൊ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ്. v ഈസ് ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 6 മീറ്റർ പെർ സെക്കൻഡ്. മാസ് തന്നിട്ടുണ്ട് 8 കിലോഗ്രാം, ടൈം തന്നിട്ടുണ്ട് 4 സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഫൈനൽ വെലോസിറ്റി അന്ത്യ പ്രവേഗം എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താ കാണേണ്ടത്? ഇവിടെ നമ്മൾ പ്രയോഗിച്ച ബലമാണ് കണക്കാക്കേണ്ടത്. അതായത് എഫ് നമുക്ക് കാണണം. എന്താണ് എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എഫ് ഈസ് ഈക്വൽ ടു എം എ, m into a. f is equal to ma. m എന്ന് പറഞ്ഞാൽ m into a. m എന്ന് പറഞ്ഞാൽ എന്താ? m എന്ന് പറഞ്ഞാൽ മാസ്, a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലെ? m എന്ന് പറഞ്ഞാൽ മാസ്, a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. a കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ? എന്തായിരിക്കും? m into a എന്ന് പറഞ്ഞാൽ v minus u divided by t അല്ലെ? അപ്പൊ f is equal to m into v minus u divided by t. ഇതിനകത്തുള്ള എല്ലാ കാര്യവും നമുക്കറിയാലോ. എം നമുക്കറിയൂലേ? എം എത്രയാണ്? 8. സംശയമില്ലല്ലോ. ഇല്ല. ബി എത്രയാണ്? 6. അതിലും സംശയമില്ലല്ലോ. ഇല്ല. യു എത്രയാണ്? 2. അതും ഓക്കെയാണ്. ഇനി ടൈം ടി എത്രയാണ്? 4. ഓക്കെ, അതും ഓക്കെ അല്ലേ? 8 ഇൻറ്റു 6 മൈനസ് 2 ഡിവൈഡഡ് ബൈ എത്രയാണ്? 4. ആദ്യം എന്ത് ചെയ്യാ? 8 അവിടെ വെക്കുക, ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ ചെയ്യാം. 6 മൈനസ് 2 എത്രയാണ്? 6 മൈനസ് 2 4 ഡിവൈഡഡ് ബൈ 4. നോക്കുക, 8 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4 ഇങ്ങനെ കിട്ടിയത് അല്ലേ? പറയാം 4 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 8. അപ്പൊ 8 ന്യൂട്ടൺ ബലമാണ് നമ്മൾ ആ വസ്തുവിൽ പ്രയോഗിച്ചിട്ടുണ്ടാവുക. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി ആണ്. എ എന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ കറക്റ്റ് ആയിട്ട് പഠിച്ചു. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ കണ്ടുപിടിക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യാം? എം എയില് നമ്മള് ഈ എ ആയിട്ട് ഈ കിട്ടുന്ന സ്ഥാനം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 ന്യൂട്ടൺ. 8 ന്യൂട്ടൺ ആണ് നമ്മൾ പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ചിത്രം നിരീക്ഷിച്ച് ചുവടെ ചേർത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രം നോക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറഞ്ഞാല്. നോക്കാം, ഒരു ഗ്ലാസ് ഉണ്ട്,
ഗ്ലാസിന് മുകളിൽ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്, ആ കാർഡിന് മുകളിൽ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു കോയിൻ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തു, ഒരാൾ വന്നിട്ട് ആ കാർഡ് ജസ്റ്റ് ഒന്ന് തട്ടി, കാർഡ് തട്ടിയ സമയത്ത് കോയിൻ കാർഡിന്റെ കൂടെ പോയാ ഇല്ല, കോയിൻ എന്ത് ചെയ്തു, നേരെ അവിടെ നിന്ന് ആ ഗ്ലാസ്സിലേക്ക് വീണു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക, കാർഡ് പെട്ടെന്ന് തെറിപ്പിക്കുമ്പോൾ നാണയത്തിന് എന്ത് സംഭവിക്കുന്നു? ഇതിനകത്ത് തന്നിട്ടുണ്ട് നാണയത്തിന് എന്ത് സംഭവിക്കുന്നു, നാണയം നേരെ ആ ഒരു ഗ്ലാസ്സിലേക്ക് വീഴുന്നു അല്ലെ, ആ കോയിൻ നേരെ താഴോട്ടേക്ക് ആ ഒരു ഗ്ലാസ്സിലേക്ക് വീഴുന്നു, അതിൽ സംശയമില്ല ഇല്ല. ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കും എന്ന് വിശദീകരിക്കുക. എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്, ഇനേഷ്യ അഥവാ ജഡത്വം അല്ലെ. എന്താണ് ജഡത്വം എന്ന് പറഞ്ഞാല്, നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തുടരാൻ, അല്ലെങ്കിൽ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതേ നേർരേഖ സമചലനത്തിൽ തുടരാനുള്ള ഒരു പ്രവണതയാണ് എന്തെന്ന് പറയുന്നത്, ജഡത്വം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ചലിക്കാണ്ട് നിൽക്കുന്ന ഒരു വസ്തുവിന് അങ്ങനെ തന്നെ ചലിക്കാണ്ട് നിൽക്കാനായിരിക്കും എന്ത് പ്രവണത ഉണ്ടാവുക, അല്ലാണ്ട് ചലിക്കാൻ നോക്കുവോ ഇല്ല. ഇപ്പൊ നോക്ക്, ഈ കോയിൻ അവിടെ നിശ്ചലാവസ്ഥയിലാണല്ലേ, നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കാർഡ് തട്ടി. പക്ഷെ ജഡത്വം കാരണം, അതായത് കോയിന് അപ്പോഴും എന്ത് തന്നെയാ, നിശ്ചലാവസ്ഥയിൽ നിൽക്കാൻ തന്നെയാണ് ആ ഒരു പ്രവണത. അതുകൊണ്ട് ആ കോയിൻ അവിടെ തന്നെ നിൽക്കുന്നു, കാർഡ് തട്ടി തെറിപ്പിക്കുന്നു, അപ്പൊ കോയിൻ താഴേക്ക് വീഴുന്നു. അപ്പൊ ഇതെന്താ കാരണം, ഇനേഷ്യ അല്ലെങ്കിൽ ജഡത്വം. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാകുന്ന ജഡത്വം ഏതാ? ജഡത്വം രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്കറിയാം, നിശ്ചല ജഡത്വവും ഉണ്ട്, ചലന ജഡത്വവും ഉണ്ട് അല്ലെ. ഇനേഷ്യ ഓഫ് മോഷനും ഉണ്ട്, ഇനേഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്. ഇവിടെ കോയിനിൽ അനുഭവപ്പെടുന്ന ഇനേഷ്യ ഏതായിരിക്കും, ഏത് ജഡത്വമായിരിക്കും? നിശ്ചല ജഡത്വമാണോ അല്ലെങ്കിൽ ചലന ജഡത്വമാണോ? ഇവിടെ കോയിൻ അനുഭവപ്പെടുന്നത് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആയിരിക്കും അല്ലെ, നിശ്ചല ജഡത്വമായിരിക്കും. കാരണം എന്താ, നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞാല് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയൂല, അതാണ് നിശ്ചല ജഡത്വം. ഇത് അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്, ഇനി സ്വയം ഇതിന്റെ അവസ്ഥക്ക് മാറ്റം വരുത്താൻ കഴിയുമോ ഇല്ല, അതുകൊണ്ട് ഇത് അനങ്ങാണ്ട് നിന്ന് നേരെ താഴോട്ടേക്ക് വീണു. അപ്പൊ ഇത് എന്ത് ജഡത്വമാണ്? നിശ്ചല ജഡത്വമാണ്, ഇനേഷ്യ ഓഫ് റെസ്റ്റ്. Okay, and the last question, if the velocity of a moving object is doubled, the momentum will be എന്താകും? momentum double ആകുമോ, ഹാഫ് ആകുമോ, അല്ലെങ്കിൽ 4 ഇരട്ടി ആകുമോ, 10 ഇരട്ടി ആകുമോ? അതാണ് ചോദ്യം. ചലിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാല് അതിന്റെ മൊമെന്റത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? നോക്കാം, നമുക്കറിയാം P is equal to m into v അല്ലെ. P is equal to m into v. നോക്കുക, ഈ ഒരു പ്രവേഗം നമ്മൾ എന്താക്കി, ഡബിൾ ചെയ്തു. ഈ പ്രവേഗം ഡബിൾ ചെയ്ത് അതേപോലെ എന്ത് ചെയ്യും, ഈ മൊമെന്റവും ഇരട്ടിയാകും. ഇനി പ്രവേഗം പകുതിയാക്കിയാൽ മൊമെന്റം എന്താകും, പകുതിയാവും. അത് ഓർത്ത് വെക്കുക കേട്ടോ. പ്രവേഗം ഡബിൾ ചെയ്താല് അല്ലെങ്കിൽ വെലോസിറ്റി ഡബിൾ ആക്കിയാൽ, ഇരട്ടിയാക്കിയാല് മൊമെന്റവും ഇരട്ടിയാകും. അത് എത്ര കുറക്കുന്ന അതിനനുസരിച്ച് മൊമെന്റവും കുറയും. ഓക്കെ, ആ കാര്യം കൂടി ഓർത്തിരിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ഈ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഗലീലിയോന്റെ ഒബ്സർവേഷൻ, അതുപോലെ എന്താണ് മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം, ഈ ഭാഗത്ത് നോക്കിയായിരിക്കും കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. അതുപോലെ തന്നെ F is equal to ma, എന്റെ ഇക്വേഷൻ നമുക്കറിയാം A is equal to b minus u by t. അപ്പൊ ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ കിട്ടിയാൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആ ഒരു ഇക്വേഷൻ നമുക്ക് തന്നെ ഓർമ്മ വരും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് മാക്സിമം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം. താങ്ക് യു.